ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? അപ്പോൾ ഇന്ന് ഫ്രൂട്ട്സ് മേടിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ കവർ വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ മേക്കിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഹാഫ് പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെ ഹാഫ് പോർഷനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതുപോലത്തെ ബാർബിക് സ്റ്റിക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈർക്കിളിയും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരറ്റത്ത് ഇതുപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത ശേഷം ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു ക്യാരി ബാഗിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ യെല്ലോ കളർ പേപ്പർ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ റെഡ് കളർ ചെയ്തതന്നേ ഉള്ളൂ. ആ ഒരു സ്റ്റെമ്പ് ഇതിൻ്റെ മിഡിലേക്കായിട്ട് ഞാൻ ഇറക്കി വെക്കുന്നുണ്ട്. ഞാൻ ത്രെഡ് യൂസ് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ അടിഭാഗമൊക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു 3 ഫ്ലവർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലത്തെ ഒരു ഓർഗാനിക് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പർ എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇതാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് ഞാൻ ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് മടക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ കോൺ ഭാഗം ഇതുപോലെ മടക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ സിസർ യൂസ് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ ആ ഒരു സ്റ്റിക്ക് ഇതിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഞാൻ ഓരോ ഭാഗങ്ങളായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്ത് സ്റ്റിക്കിൻ്റെ അടിഭാഗം വരെ ഒന്ന് ചുറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഫ്ലവറിലേക്ക് ഞാൻ കുറച്ച് ലീഫ് അറേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ബട്ടൺ ഹൗസിൽ നിന്ന് മേടിച്ചതാണ്. ഇതിന് 5 രൂപ എന്തേ ഉള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് ഗ്ലൂ ഗൺ വെച്ച് ഒരു ലീഫ് വീതം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഫ്ലവറാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എനിക്ക് ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.